ദയവിച്ചത് ശ്രദ്ധിക്കുക. രൂത്തിന്റെ ജീവിതത്തിൽ ഒരു ഒളിച്ചുകളിയുമില്ല. മകളെ, എവിടെ നിന്നാണ് നീ കറ്റപെറുക്കാൻ പോകുന്നത്, എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, രൂത്ത് നീതിയോടെ ജീവിച്ചതുകൊണ്ട്, സത്യസന്ധതയോടെ ജീവിച്ചതുകൊണ്ട്, അമ്മായിമ്മേ, ഈ ദിവസം ഞാനൊരു വയലിലേക്ക് പോയി. ആ വയൽ ആരുടേതാണെന്നറിയാമോ? ബോവസ് എന്ന് വിളിക്കുന്നതായ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയുടെ വയലാണ്. മറച്ചുവെക്കുന്നില്ല. താൻ എവിടെയാണോ ജോലി ചെയ്യുന്നതെന്ന് ധൈര്യത്തോടെ പറയുകയാണ്. ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നതെന്ന് ധൈര്യത്തോടെ പറയുന്നു. ഏത് വയലിലാണ് പണി ചെയ്യുന്നതെന്ന് ധൈര്യത്തോടെ പറയുന്നു. എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ പറയാൻ ഇടയായത്? താൻ നീതിയുള്ള വ്യക്തിയാകൊണ്ട്. എന്തുകൊണ്ട് ധൈര്യത്തോടെ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ, താൻ സത്യസന്ധതയോടെ ജീവിക്കുന്ന വ്യക്തിയാകൊണ്ട്. ഇന്ന് അനേകം ആളുകൾ അവരുടെ ജീവിതത്തിലെല്ലാം രഹസ്യങ്ങളാണ്. എവിടെ ജോലി ചെയ്യുന്നുവെന്ന് ആരോടും പറയുകയില്ല. ആരോടൊപ്പം ജോലി ചെയ്യുന്നുവെന്ന് ആരോടും പറയില്ല. ശമ്പളം എത്രയാണ് കിട്ടുന്നതെന്നും ആരോടും പറയില്ല. അതുമാത്രമല്ല, രഹസ്യമാണെല്ലാം. സെൽഫോൺ തൊട്ടാൽ ഭയമാണ്. രഹസ്യങ്ങൾ. ലാപ്ടോപ്പ്, രഹസ്യങ്ങൾ. ചില ആളുകൾ മൊബൈൽ ഫോണിൽ പാറ്റേൺ കോഡ് വയ്ക്കാറുണ്ട്. അതായത് നിങ്ങൾ പാസ്വേഡായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഫീഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പാറ്റേണും നമുക്ക് ചെയ്യാൻ കഴിയും. ചില ആളുകൾ വയ്ക്കുന്നതായ പാറ്റേൺ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അത് വരയ്ക്കുന്നത് കാണാം. ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അത് നോക്കുമ്പോൾ തന്നെ ഭയം വരും. ഇവന് അത് ഓർമ്മയുണ്ടാകുമോ? ആ പാറ്റേൺ വെച്ചതായ വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമോ? അതാരും അറിയാൻ പാടില്ല. ആ സെൽഫോൺ ആരും നോക്കുവാൻ പാടില്ല. എല്ലാം രഹസ്യമാണ്. സെൽഫോൺ രഹസ്യമാണ്. നിങ്ങളുടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എല്ലാം രഹസ്യമാണ്. നിങ്ങളുടെ ബാങ്കിലെ ബാലൻസിനെക്കുറിച്ചുള്ള രഹസ്യം, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനക്കാര്യം രഹസ്യം, വീടിന്റെ ആധാരത്തിന്റെ കാര്യം രഹസ്യം, വസ്തുവിന്റെ കാര്യങ്ങൾ രഹസ്യം. അതുപോലെ സ്വത്തെത്രയുണ്ട്, വസ്തു എവിടെയൊക്കെയുണ്ട്, വീട് എവിടെയൊക്കെയുണ്ട്, ആരോടും പറയില്ല. ഭാര്യയോട് പറയില്ല, മക്കളോട് പറയില്ല. അവസാനം അങ്ങനെ മരിക്കും. ഭാര്യയ്ക്ക് പോലും അറിയില്ല ഏതെല്ലാം ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ഉള്ളത്, എവിടെയൊക്കെയാണ് വസ്തു ഉള്ളത്, എവിടെയൊക്കെയാണ് മുദ്രപത്രങ്ങൾ വെച്ചിരിക്കുന്നത്. എല്ലാം രഹസ്യമാണ്. എന്നാൽ ദയവിച്ചത് ശ്രദ്ധിക്കുക. രൂത്തിന്റെ ജീവിതമെന്നത് ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. രൂത്തിന്റെ ജീവിതം ഒരു ട്രാൻസ്പെറന്റ് ലൈഫായിരുന്നു. വെള്ളം തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിന്റെ അടിത്തട്ട് നന്നായിട്ട് കാണാൻ കഴിയും, ശരിയല്ലേ? വെള്ളം കലങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിന്റെ അടിഭാഗം കാണുകയേയില്ല. ഒരു മനുഷ്യൻ നീതിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ ഹൃദയം സ്പഷ്ടമായി കാണുവാൻ കഴിയും. ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയസ്ഥിതി ആർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാം അവ്യക്തമാണ്. ചില മാതാപിതാക്കൾക്ക് കുട്ടികളെ ഒട്ടും മനസ്സിലാക്കാൻ കഴിയില്ല. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ മനസ്സിലാക്കാൻ കഴിയില്ല. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഒട്ടും മനസ്സിലാക്കാൻ കഴിയില്ല. പ്രപഞ്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താണ്? രാവിലെ ഒരു രീതിയിലായിരിക്കും, ഉച്ചയ്ക്ക് വേറൊരു രീതിയിൽ, വൈകുന്നേരം വേറൊരു രീതിയിൽ. ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്ന് വിചാരിക്കും. ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയില്ല, ഭർത്താവിന് ഭാര്യയെയും മനസ്സിലാക്കാൻ കഴിയുകയില്ല. രാവിലെ ദേവതയെപ്പോലെ ആയിരിക്കും, ഉച്ചയ്ക്ക് പിശാചിനെപ്പോലെ, വൈകിട്ട് ഭൂതത്തെപ്പോലെ. എപ്പോഴെങ്ങനെയാണെന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണമറിയാമോ? ഹൃദയത്തിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്തതുകൊണ്ടാണ്. സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. ആരോടൊപ്പമാണ് ജോലി ചെയ്തത്, എവിടെയാണ് നീ ജോലി ചെയ്തത് എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ തന്നെ അവൾ പറയുന്നു, മറച്ചുവെക്കുന്നതില്ല. നിങ്ങൾ ധൈര്യത്തോടെ ജീവിക്കുക. നീതിമാന്മാർ സിംഹത്തെപ്പോലെ ധൈര്യമായി ജീവിക്കും. നീ ധൈര്യത്തോടെ ജീവിച്ചാൽ ഏത് വിഷയത്തിനും നിന്റെ മുൻപിൽ ഒരു ഉത്തരമുണ്ട്. അത് നീ ധൈര്യത്തോടെ പറയും. രൂത്ത് നീതിയോടെ ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു. തന്നോട് എന്തിനെക്കുറിച്ചെങ്കിലും ചോദിച്ചാൽ ധൈര്യമായിട്ട് അവൾ പറയുമായിരുന്നു. നീതിയോടു കൂടിയ ധൈര്യം, സത്യസന്ധതയോടു കൂടിയ ധൈര്യം. രൂത്ത് നവോമിയോട് പറയുകയാണ്, ഞാൻ ഏതു വയലിലേക്കാണ് പോയതെന്നറിയാമോ? ഏതു വയലിലാണ്? ബോവസ് എന്ന പേരുള്ള വ്യക്തിയുടെ വയലിലേക്കാണ് പോയത്. ദൈവമാണ് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അല്ലെങ്കിൽ എങ്ങനെയത് സാധിക്കുമായിരുന്നു? അയാൾ വളരെ നല്ലവനാണ്. എന്നെ കണ്ടപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആശ്വാസകരമായിരുന്നു. മകളെ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയിട്ടും അമ്മായിമ്മയെ വിട്ടുമാറാതെ അമ്മായിമ്മോട് കൂടെ വന്നിട്ട് എങ്ങനെ അവർക്ക് താങ്ങായിട്ട് നിന്നുവോ, അതെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു.
നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മകളെ, വേറൊരു വയലിലേക്ക് നീ പോകേണ്ടതായ കാര്യമില്ല. നീ സ്ഥിരമായിട്ട് തന്നെ എന്റെ വയലിൽ നിന്ന് തന്നെ കറ്റ പെറുക്കിക്കൊള്ളുക. നവോമിയോട് പറയുകയാണ്, എത്ര നല്ല മനുഷ്യനാണ്, എന്നെ ദൈവമാണ് ആ നല്ല വ്യക്തിയുടെ അരികിലേക്ക് നടത്തിയത്, കൊണ്ടുപോയത്. യെസ്, നീ ദൈവത്തിന്റെ പൈതലായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സത്യസന്ധതയോടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്നെ ഏത് കമ്പനിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ദൈവത്തിനറിയാം. ഏത് വ്യക്തിയുടെ അരികിലേക്ക് കൊണ്ടുപോകണമെന്ന് ദൈവത്തിനറിയാം. ഏത് വ്യക്തിയിൽ കൂടി, ഏത് ജോലിയിൽ കൂടി, ഏത് കമ്പനിയിൽ കൂടി നിന്നെയും നിന്റെ കുടുംബത്തെയും പോറ്റണമെന്ന് ദൈവത്തിനറിയാം. സഹോദര, സഹോദരി, കേൾക്കുക. നീ നീതിയോടെ വിശ്വസ്തയോടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ഉദ്ധരിക്കേണ്ടതിനു വേണ്ടി ദൈവം ഒരു ബോവസിനെ ഏതോ ഒരിടത്ത് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും ഇല്ല. രൂത്ത് വിശ്വസ്തയോടെ സ്നേഹിച്ചിരുന്നതായ ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം എനിക്കും വേണമെന്ന് ആശിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഈ സന്ദേശത്തിൽ കൂടി ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ചല്ലോ. രൂത്തിൽ കൂടി വളരെ ശ്രേഷ്ഠമായ ചില ആത്മീയ സത്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. രൂത്തിന്റെ ജീവിതം യാതൊരു മറയുമില്ലാത്ത ജീവിതമായിരുന്നു. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വസ്തയോടെ ജീവിച്ചു, അവസാനം വരെ ഉറച്ചു നിന്നു. ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്കും നൽകണമേ. നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചാൽ ഞങ്ങൾക്ക് രഹസ്യങ്ങൾ ആവശ്യമില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചാൽ നീ ഞങ്ങളെ വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നതായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. നീതിമാന്മാരെ പരിചയപ്പെടുത്തും. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാക്കി ഞങ്ങളെ മാറ്റും. ഇല്ലായ്മയിൽ എളിമയോടെ ജീവിച്ചതുപോലെ നീ ഞങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമ്പോഴും അതേ എളിമയോടെ ജീവിക്കുവാൻ സഹായിക്കണമേ. വിശ്വസ്തത നൽകണമേ. അതിനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.